അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ മറഞ്ഞതുപോലെ തന്നെ നാളത്തെ ദിവസം ഒടുവിലെ ബുധനാണ്. അവസാനത്തെ ബുധനാഴ്ച ദിവസമാണ്. ലാസ്റ്റ് ബുധനാണ്. ആ ഒരു ദിവസം വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന, വല്ലാത്ത മുസീബത്ത് ഇറങ്ങുന്ന, രോഗങ്ങൾ, അപകടങ്ങൾ, തടസ്സങ്ങൾ ഇറങ്ങുന്ന ഒരു ദിവസം തന്നെയാണ്. നമുക്കത് മഹാന്മാർ അവരുടെ കിതാബുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞൊരു ഹദീസ്, ഉഖബത്ത് ബിൻ അമർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി അവിടുന്ന് യഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമി സ്സൂഅ് വമിൻ ലൈലത്തി സ്സൂഅ് വമിൻ സഅത്തി സ്സൂഅ് വമിൻ സാഹിബി സ്സൂഅ് വമിൻ ജാരി സ്സൂഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, അവൻ അവിടുന്ന് കാവൽ തേടുന്നു. എന്തിൽ നിന്ന്? ദിവസങ്ങളുടെ ചീത്ത ദിവസങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ ചീത്ത രാത്രികളിൽ നിന്നും, മോശപ്പെട്ട രാത്രികളിൽ നിന്നും, അതേപോലെ തന്നെ മോശപ്പെട്ട സമയങ്ങളിൽ നിന്നും, ചീത്ത സുഹൃത്തുക്കളിൽ നിന്നും, ചീത്ത അയൽവാസികളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാവൽ തേടുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ നമുക്ക് അവിടെ നിന്ന് പറയുന്നു, ദിവസങ്ങൾക്ക് നഹ്സുണ്ട് എന്നാണ്. ഒരു വർഷം, ആ ഒരു വർഷത്തിൽ ചില ദിവസങ്ങൾക്ക് നഹ്സുണ്ട്. മുസീബത്ത്, ബലാഹ് ഇറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ സഫർ മാസത്തിലെ ഒടുവിലെ ബുധന് നഹ്സുണ്ടോ? ആ ദിവസം മുസീബത്ത് ഇറങ്ങുന്ന ദിവസമാണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു വെച്ചൊരു ഹദീസ് നമുക്ക് കാണാം. ഇന്ന ഫിസ്സനതി യൗമൻ യൻസിലു ഫീഹാ വബാഹു. ഒരു വർഷം, ആ ഒരു വർഷത്തിൽ ഒരു ദിവസമുണ്ട്. ആ ദിവസം വബാഹു, മുസീബത്ത് ഇറങ്ങുന്ന, ബലാഹ് ഇറങ്ങുന്ന, തടസ്സങ്ങൾ ഇറങ്ങുന്ന ദിവസമാണത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഈ വിഷയം നമുക്ക് ദൈറബി ഇമാം അവിടുന്ന് മുജറബാത്തു ദൈറബിയിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് പരിശോധിച്ച് ഫലം കണ്ടെത്തിയ വിഷയങ്ങൾ മാത്രം ക്രോഡീകരിച്ച് വെച്ച ഒരു കിതാബാണ് മുജറബാത്തു ദൈറബി. ആ ദൈറബി ഇമാമിന്റെ കിതാബിൽ നമുക്ക് കാണാം, മഹാന്മാരായ കശ്ഫിന്റെയും തംകീനിന്റെയും മഹാന്മാർ ആരിഫീങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ച് അവർ പറയുന്നു, എല്ലാ വർഷവും ഒരു ദിവസം, ആ ഒരു ദിവസം 3,20,000 മുസീബത്തുകൾ, ബലാഹുകൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, മുസീബത്തുകൾ ഇറങ്ങുന്ന ഒരു ദിവസം. അതെല്ലാം സംഭവിക്കുന്നത് ഒരേ ഒരു ദിവസം തന്നെയാണ്. ആ ഒരു ദിവസം വല്ലാത്ത പ്രയാസങ്ങൾ നിറഞ്ഞ ദിവസമായിരിക്കും. ഈ 3,20,000 മുസീബത്തുകൾ ഇറങ്ങുന്ന ആ ഒരു ദിവസം, അത് സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാണെന്ന് മഹാന്മാർ കശ്ഫിന്റെയും തംകീനിന്റെയും മഹാന്മാർ ആരിഫീങ്ങൾ അവിടെ അവർക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ ഇൽമു കൊണ്ട് അവർ അവിടെ നിന്ന് പറഞ്ഞു വെച്ച കാര്യമാണ്. അതുകൊണ്ട് ആ ദിവസം നമുക്കെയും അള്ളാഹുവിനോട് കാവൽ തേടേണ്ട, മുസീബത്തിനെ തൊട്ട്, ബലാഹിനെ തൊട്ട് കാവൽ തേടേണ്ട ഒരു ദിവസം തന്നെയാണ്. അതിന് സൊല്യൂഷനായി മഹാന്മാർ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിലാദ്യമായി നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, മഹാന്മാർ പറയുന്നു, സഫർ ദിവസം ഒടുവിലെ ബുധൻ അത് നഹ്സിന്റെ ദിവസമാണെന്ന് മുസ്തമറുൻ, അത് സ്ഥിരപ്പെട്ടതാണ്. ആ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു അമല് മഹാന്മാർ പറയുന്നത്, യാസീൻ സൂറത്ത് എന്ത് ഉദ്ദേശം കരുതി ഓതിയാലും അത് നടന്നു കിട്ടും. ആ ദിവസം യാസീൻ സൂറത്ത് നിങ്ങൾ ഒരു തവണ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് വരുമ്പോൾ ആ ഒരു ആയത്തിനെ 313 തവണ നിങ്ങൾ ആവർത്തിച്ചു ഓതുക. അങ്ങനെ യാസീൻ സൂറത്ത് പൂർത്തിയാക്കി പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു അമല്, നിങ്ങൾ പിന്നെ ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ, ആ ദുആയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. സ്വലാത്തുൽ മുൻജിയ എന്നുള്ളത് വല്ലാത്ത അത്ഭുതമാണ്. നമുക്ക്
ഏത് മുസീബത്തും അതേപോലെ തന്നെ ഏത് പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ, കാവൽ ലഭിക്കാൻ, അതേപോലെ തന്നെ നമുക്കുള്ള ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ, നമുക്കുള്ള ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ പറ്റിയ സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. ഈ മുൻജിയായ സ്വലാത്തുൽ മുൻജിയ നിങ്ങൾ ആ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് അതിൻ്റെ തുടക്കമായി നിങ്ങൾ ഈ സ്വലാത്തിനെ കൂടി ചൊല്ലണം. അതാണ് ആ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ഈ ഒരു യാസീൻ ഓതിയതിന് ശേഷം ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ആ ദിവസം ഇറങ്ങുന്ന ഒരു മുസീബത്തും നിങ്ങൾക്കത് ഏൽക്കുകയില്ല. പ്രത്യേകമായൊരു കാവൽ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിരിക്കും. അതേപോലെ തന്നെ നാളെ ഇറങ്ങുന്ന മുസീബത്തുകളിൽ നിന്ന് പ്രത്യേകമായൊരു പ്രൊട്ടക്ഷന് കാവൽ ലഭിക്കാൻ, അത് മാത്രമല്ല ഒരു വർഷത്തോളം നമുക്ക് എല്ലാ മുസീബത്ത് രോഗങ്ങൾ, നമ്മുടെ ശരീരത്തിന് വൈറസുകൾ പോലത്തെ രോഗങ്ങൾ, അതേപോലെ തന്നെ നാളെ ദിവസം ഇറങ്ങുന്ന മുസീബത്തുകളിൽ നമുക്ക് പ്രത്യേകമായൊരു കാവൽ, ഒരു മരുന്നായി മഹാന്മാർ പഠിപ്പിച്ച മറ്റൊരു പരിഹാരമാണ്, പ്രതിവിധിയാണ് പരിശുദ്ധ ഖുർആനിലെ 7ഓളം സലാമിൻ്റെ ആയത്തുകൾ. സലാമിൻ്റെ 7ഓളം ആയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ ഇബ്രാഹിം, സലാമുൻ അലാ മൂസ വ ഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ 7ഓളം ആയത്തുകൾ ഒരു പിഞ്ഞണത്തിൽ അല്ലെങ്കിൽ പിഞ്ഞണം അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ പറയുന്നതാണ് സാണ്. അതിൽ നിങ്ങൾ അറബി മഷി കൊണ്ട്, അറബി മഷി എന്ന് പറഞ്ഞാൽ ബുക്ക് സ്റ്റാളുകളിൽ ചോദിച്ചാൽ തരും അറബി മഷി എന്ന് ചോദിച്ചാൽ, ആ അറബി മഷി കൊണ്ട് നിങ്ങൾ എന്താക്കുക, ഈ പിഞ്ഞണത്തിൽ എഴുതുക. ഒറ്റക്ഷരങ്ങളിലായി സീന്, ലാമു, മീമു, അങ്ങനെ നിങ്ങൾക്ക് ഒറ്റക്ഷരങ്ങളിലായി അത് എഴുതി ആ എഴുത്തിനെ വെള്ളം കൊണ്ട് മായ്ച്ച് വേറൊരു പാത്രത്തിലേക്ക്, നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളത്തിനെ ചേർത്ത് ആ വെള്ളത്തിനെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരൊക്കെയും കുടിക്കുക. അങ്ങനെ കുടിച്ചാൽ ആ ദിവസം ഇറങ്ങുന്ന മുസീബത്തുകൾ, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ ഒരു വർഷത്തോളം നമുക്കതൊരു കാവലാണ്, ഒരു വർഷത്തോളം നമുക്കതൊരു മരുന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ചെയ്യുക. നാളെ ദിവസം പ്രത്യേകമായി റബ്ബിനോട് കാവൽ തേടുക. നാളെ ദിവസം ഇറങ്ങുന്ന എല്ലാ മുസീബത്തുകളിൽ നിന്നും, എല്ലാ ഫിത്ന, എല്ലാ ഫസാദ്, എല്ലാ അപകടങ്ങൾ, എല്ലാ തടസ്സങ്ങളിൽ നിന്നും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കാവൽ തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, സർവ്വ അംബിയ മുർസലീങ്ങളെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ മക്കളും പേരമക്കൾ, അസ്ഹാബുൽ കിറാമിൻ്റെ, അവിടുത്തെ അജിതാദീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കെല്ലാം പ്രത്യേകമായ കാവൽ തരട്ടെ. അല്ലാഹു നമുക്കെല്ലാം പ്രത്യേകമായ കാവൽ തരട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു തആല സന്താനങ്ങൾ കൊടുക്കട്ടെ. ഉള്ള മക്കൾ അല്ലാഹു തആല തന്ന മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമുക്കുള്ള മാതാപിതാക്കൾക്കുള്ള ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു നീട്ടിക്കൊടുക്കട്ടെ. അല്ലാഹു അവർക്കും നമുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ ജിവാരിലായി ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. പരിശുദ്ധ മദീനയിൽ പല തവണ എത്താനും പരിശുദ്ധ ഹജ്ജും ഉംറ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സാധുവായി എന്നെ ഉൾപ്പെടുത്തണം. നിങ്ങൾക്കും ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ദുആ വസിയത്തോടു കൂടെ തന്നെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.